നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിലെ പൂരിട്ടാതി നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പൂരിട്ടാതി നക്ഷത്രക്കാരുടെ ഈ ഓഗസ്റ്റ് മാസം പൊതുവേ നല്ല ഫലങ്ങളാണ് പൊതുവെ കാണിക്കുന്നത്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഒരു അനുകൂലമായ സമയമാണ്. വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് അവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തിക പിരിമുറുക്കത്തിന് തൽക്കാലം ആശ്വാസം ലഭിക്കുന്നതാണ്. പൂർവികരുടെ സ്വത്തുക്കൾ വന്നു ചേരാനും അത് സ്വന്തം പേരിലേക്ക് നേടിയെടുക്കാനും അനുകൂലമായ ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം. പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം അല്പം അലച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിന് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും വളരെ നല്ലതാണ്. പൊതുവേ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ വീട്ടിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് അറിവുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുന്നതിൽ നമ്മൾ നല്ല ഉപദേശം സ്വീകരിക്കുക. നല്ല ഉപദേശം തരുന്നവരിൽ നിന്നും അല്പം ഉപദേശം സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആലോചിച്ച് നോക്കി കണ്ടും പ്രവർത്തിക്കേണ്ടത് കാലമാണ് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദിത്യൻ 5ലും 6ലും സഞ്ചരിക്കുന്നതാൽ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നതാണ്. മേലധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. നിർബന്ധമായിട്ടത് പ്രവർത്തിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നു ചേരും. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. മക്കളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ ജോലിയിൽ സമ്മർദ്ദം വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അല്പം സമ്മർദ്ദം വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനുള്ള ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികപരമായിട്ട് വളരെ നല്ല ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. 7 ശനി കാലഘട്ടമാണെങ്കിൽ തന്നെയും പൊതുവേ ഒരു നല്ല മാസമാണ് ഓഗസ്റ്റ് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഇനി രേവതി നക്ഷത്രക്കാർക്ക് കാര്യനിർവഹണത്തിലെ സഹജമായിട്ടുള്ള കൂടുതൽ ചടുതൽ അല്പം മങ്ങാനിടയുണ്ട്. പരാശ്രയം ഏറും. സ്വന്തം ബിസിനസ്സിൻ്റെ വളർച്ച അല്പം മന്ദഗതിയിലാകും. കൂടുതൽ മുതൽ മുടക്ക് വേണ്ട. കൂടുതൽ മുതൽ മുടക്കുന്ന ബിസിനസ്സുകൾ തൽക്കാലം ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. 7ലെ ചൊവ്വയുടെ സഞ്ചാരം ദാമ്പത്യത്തെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതാണ്. കഴിയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പരീക്ഷയൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലംഭാവം ഉണ്ടാവരുത്. അല്പം ശ്രദ്ധയോടുകൂടി പരീക്ഷകളെ സമീപിക്കേണ്ടുന്നൊരു സമയമാണ്. മാസത്തിന് 2ാം പകുതി കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥരുടെ ചില ശകാരങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അപ്രീതിക്ക് കാരണമാകും. അവരുടെ വിശ്വസ്ത നേടിയെടുക്കേണ്ടുന്നതാണ്. അതിന് നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ തൊഴിലിടങ്ങളിൽ കൈകാര്യം ചെയ്യുക. ഗൃഹനിർമ്മാണത്തിൽ ഇപ്പോൾ വീട് പുതുക്കി പണിയാനോ പുതിയ നിർമ്മാണത്തിനോ ധൃതി കാണിക്കാൻ നല്ലോണം ആലോചിച്ച് മാത്രം ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. പുതിയ വീട് പണിയാനോ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാനോ പുതിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൺസ്ട്രക്ഷനോ അതിനൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. സഹോദരങ്ങളിൽ നിന്നും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അവരുടെ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ജോലി സംബന്ധമായിട്ട് അല്പം ദൂരം മാറി താമസിക്കേണ്ടുന്നൊരു സാഹചര്യം വരും. ജോലിയിലെ ട്രാൻസ്ഫറുകൾ വരേണ്ടുന്നൊരു സാഹചര്യങ്ങളും ഉണ്ടാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ തിരക്കേടില്ലാത്തൊരു മാസമാണ്. ബാക്കിയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനായിട്ട് തൊട്ടടുത്ത ക്ഷേത്രങ്ങളിൽ പോയി അല്പം വഴിപാടുകൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.